ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുഞ്ഞാനുമൊക്കെ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിന്. ഓളെ മംഗലമുണ്ട്. അങ്ങനെ നമ്മൾ കുറേ മുന്നേ ഒന്നും പ്ലാൻ ആക്കിയിട്ട് പെട്ടെന്ന് പ്ലാൻ ആക്കിയ ഒരു സംഭവമാണ്. നമ്മൾ അന്ന് തന്നെ വൈകുന്നേരം നമുക്ക് കേക്ക് മേങ്ങാനുണ്ടായിന്. അതേപോലെ തന്നെ കുറച്ചതിലേക്ക് വേണ്ട ഡെക്കറേഷൻ ഐറ്റംസും എല്ലാം മേങ്ങാനുണ്ടായിന്, ഡ്രസ്സും മേങ്ങാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം മേങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുമ്പളേക്ക് വന്നിട്ടുണ്ടത്. ഡ്രസ്സ് മേങ്ങി, കേക്ക് മേങ്ങി, കുറച്ച് ഇതുപോലത്തെ സംഭവങ്ങളും ബലൂണ് കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം മേങ്ങിയിട്ടായിട്ട് നമ്മൾ നേരെ പുരയിലേക്ക് തന്നെ വന്ന് എൻ്റെ ചെറിയ ഇളയപ്പാനാടിയാണ് ഈ ഒരു സംഭവം നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങളിലുണ്ടെങ്കിൽ അടഞ്ഞാണ് നടത്തൽ. നമ്മൾ തറവാടാണത്. അങ്ങനെ പിള്ളമാരെല്ലാം ബലൂണെല്ലാം മുതലും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഭയങ്കര എൻജോയ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചിട്ട് കൂടുന്നത് അങ്ങനെ എപ്പോഴും നടക്കുന്ന സംഭവം എന്നല്ല, പെങ്കളെല്ലാം അങ്ങനെ നടക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ പിള്ളമാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയ സന്തോഷത്തിലാണ് ഉള്ളത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളറിലാണ് മേങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബലൂണെല്ലാം വെച്ച് കൊടുക്കാനുണ്ട്. പെട്ടെന്നായതുകൊണ്ട് നമുക്ക് ഭയങ്കരത്തിൽ അങ്ങനെ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ട. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം മേങ്ങിയിട്ടുണ്ടായിനി. ഞാൻ എൻ്റെ പുരയിലുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കേക്കിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ട. ഞാൻ ചില സമയത്ത് വരുമ്പോൾ കൊണ്ടുവരും. ഇപ്രാവശ്യം വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നമ്മൾ പുറത്തുനിന്നാണ് മേങ്ങിയിട്ടുണ്ടായത്. ഇതുപോലത്തെ ഈ തേനുണ്ട, പൊരിയുണ്ട, പിന്നെന്താ മുളക് പോലത്തെ ഒരു സംഭവമില്ല അത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം മേങ്ങിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് നബാട്ടിയും മേങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്ന് സൈഡ് വെക്കാൻ വേണ്ടി വിചാരിച്ചത്. ലൈസ് അങ്ങനത്തെ ഒന്നും മേങ്ങിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഡെക്കറേഷൻ്റെ കാര്യങ്ങളെല്ലാം ഒരു സൈഡ് നടത്തുന്നുണ്ട്. നമ്മൾ എന്താക്കിയറിയോ, നമ്മിങ്ങനെ പെട്ടെന്നിങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് തന്നെ നമുക്കായിട്ടൊരു ഡ്രസ് കോഡൊന്നും വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതുകൊണ്ട് ബലൂൺ അങ്ങനെ ഇതുപോലെ ബ്ലാക്ക്, യെല്ലോ, വൈറ്റ് അതാകുമ്പം ബാക്കി നമ്മളെ ഡ്രസ്സിന് ഒരു മാച്ച് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള ബലൂൺ നമ്മൾ സെറ്റ് ചെയ്തത്. പിള്ളമാരെല്ലാം പാട്ടും ഡാൻസും എല്ലാമായിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയും ഉണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഓരോ നാൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊരി ഉണ്ടണ്ട, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച പാടെ തന്നെ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ക്രിസ്പിയും അങ്ങനെ. പിന്നെ ആ ഒരു നീളത്തിലുള്ള സംഭവം ഉണ്ടല്ലോ, ഒരു മുട്ടായി പോലത്തെ പണ്ടത്തെ സാധനങ്ങളല്ലേ ഇതെല്ലാം ഇപ്പോഴും ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മളെ ബ്രൈഡ്. ഓള് ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും ഓളെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നതിലുണ്ടായിന്. അത്രയ്ക്കും ഓള് സർപ്രൈസായി. നമ്മൾ സാധനം മേങ്ങാൻ പോകുമ്പോൾ എല്ലാം ഓള് അടഞ്ഞി ഉണ്ടായിന്. മാത്രമില്ലേ, ഓള് വിചാരിച്ചിട്ടുണ്ടായത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിനെന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. ഓൾക്കിങ്ങനെ മനസ്സിലാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾ അങ്ങനെ തന്നെ വിചാരിച്ചത് കൊണ്ട് ഓൾക്ക് അങ്ങനെ പെട്ടെന്ന് കത്തിയിട്ടൊന്നും ഉണ്ടായിട്ടാ. എന്തായാലും ഓള് സർപ്രൈസ് ആയല്ലോ. അങ്ങനെ ബ്രൈഡ് നമ്മൾ കൊടുത്ത ഡ്രസ്സെല്ലാം ആക്കി. അങ്ങനെ ഇനി കേക്ക് കട്ടിങ്ങാണ് അടുത്തത്. പിന്നെ എളിഞ്ഞോണ്ട് വരുന്നില്ലേ, അതാണ് എൻ്റെ ഇളയപ്പാൻ്റെ മോന് ഷിയാബ്. മറ്റത് ഇളയപ്പാൻ്റെ മോന് നമ്മളെ ഷെയറാൻകുട്ടൻ. ഇനി നമ്മളെ ബ്രൈഡ് കേക്ക് കട്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ആ ബ്രൈഡ് ട്യൂബിൻ്റെ ഒരു സംഭവമില്ലേ, അത് വെച്ച് കൊടുക്കാനുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ഒന്നുകിൽ നമ്മളെ സേഫ്റ്റി പിന്ന് ഇങ്ങനെ കുത്തിക്കൊടുക്കുക, അതല്ലെങ്കിൽ ഡബിൾ ടേപ്പ് സ്റ്റിക്കില്ലേ അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താലും മതി. നമ്മളെ ബ്രൈഡിൻ്റെ ഫേസ് കണ്ട ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത്. ഓള് ഭയങ്കര സർപ്രൈസായി. ഓൾ പറയുന്നുണ്ടായി ഞങ്ങൾക്കിങ്ങനെ എന്ത് പറയണ്ടെന്നറിയില്ല, അത്രക്കും ഹാപ്പിയായി എന്നല്ല. നമ്മിങ്ങനെ കസിൻസ് എല്ലാം ഒന്നിച്ചിട്ട് കൂടുതൽ കുറവാണ്. ഇപ്പം പിന്നെ കുറച്ചാളെല്ലാം നാട്ടിലുണ്ട്. അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മിങ്ങനെ കൂടാൻ നോക്കലുണ്ട്. ഞാൻ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം അങ്ങനെ വരാൻ കഴിയലില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ വരണം, അതല്ലെങ്കിൽ വെക്കേഷൻ വരണം. അപ്പോൾ വെക്കേഷൻ്റെ ടൈം ആകുമ്പോൾ എല്ലാവരും നാട്ടിലങ്ങനെ ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നമുക്കിങ്ങനെ ചാൻസ് കിട്ടലില്ല. ചാൻസ് കിട്ടിയെങ്കിലും നമ്മൾ എന്തായാലും അത് മുതലാക്കലുണ്ട്. നമ്മൾ കസിൻസ് കുറേ ആളുണ്ട്, മക്കളായിട്ടും മരിയക്കളായിട്ടും. മാത്രം എല്ലാവർക്കും അങ്ങനെ ക്യാമറ മുമ്പിൽ വരാൻ ഇപ്പോൾ ഇതുപോലെ വീഡിയോ നമ്മളിങ്ങനെ യൂട്യൂബിലെല്ലാം ഇടുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ആരെയും കാണിക്കാത്തത്.
ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെ മക്കളാണെന്നല്ലേ. എന്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഫോണിലുമുണ്ടും ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടാവും. പുള്ളന്മാർ അങ്ങനെയല്ലല്ലോ, ഓരിപ്പോൾ എപ്പെങ്കിലും കണ്ടെങ്കിലല്ലേ ഓരിങ്ങനെ ഒന്ന് മുണ്ടലും അതേപോലെ തന്നെ ഒന്നിച്ച് കളിക്കലും അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൂടാനെല്ലാം ഓർക്കും. അപ്പോൾ ഇതുപോലത്തെ ചാൻസ് കിട്ടുമ്പോൾ എനിക്കധികവും ഞാൻ വിചാരിക്കൽ എങ്ങനെയാണ് പിള്ളമാരെല്ലാം ഒന്നിച്ച് കൂടുമല്ലോ, അവർക്കൊന്ന് നല്ലോണം എൻജോയ് ആക്കാൻ പറ്റുമല്ലോ. എന്തായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ജില്ലയിൽ എന്ന് പറയുന്ന പോലെയാണ്, അത്ര അടുത്തൊന്നുമല്ല, ഓരോ ഭാഗത്തായിട്ടാണ് എല്ലാവരും ഉണ്ടത്. അപ്പോൾ ഇതുപോലെ കൂടണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെക്കേഷൻ ടൈം വരണം. അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എല്ലാവരും മുതലാക്കലുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.